നമസ്കാരം. രുദ്രാഭിഷന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചില സമയങ്ങളിൽ ജീവിതം നിശബ്ദമായി തകരുന്നത് പോലെ തോന്നും. ഒരാൾ അകന്നു പോകും, ഒരവസരം കൈവിട്ടു പോകും. നീ ആഗ്രഹിച്ചതൊന്നും സമയത്ത് നടക്കില്ല. എത്ര ശ്രമിച്ചാലും എല്ലാം വൈകുന്നത് പോലെ തോന്നും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒറ്റ കാര്യമാണ്: എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം ഇങ്ങനെ തടസ്സപ്പെടുന്നത്? പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കൂ. ജീവിതം തകരുന്നത് പോലെ തോന്നുന്ന ഓരോ നിമിഷവും യഥാർത്ഥത്തിൽ തകർച്ചയല്ല. പലപ്പോഴും അത് പ്രപഞ്ചം നിന്റെ പഴയ ജീവിതം പൊളിച്ച് പുതിയ ജീവിതത്തിനുള്ള സ്ഥലമൊരുക്കുന്ന സമയമാണ്. അതെ, വലിയൊരു അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുമ്പോൾ, വലിയൊരു അവസരം നിന്റെ വഴിയിലേക്ക് തിരിയാനിരിക്കുമ്പോൾ, നീ പ്രാർത്ഥിച്ച മാറ്റം നിന്റെ വാതിൽക്കൽ എത്താനിരിക്കുമ്പോൾ, പ്രപഞ്ചം ആദ്യം നിനക്ക് 7 ശക്തമായ അടയാളങ്ങൾ കാണിക്കും. ഈ അടയാളങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം അല്ലെങ്കിൽ പലതും ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ നടക്കുകയാണെങ്കിൽ ഇന്ന് നീ ഈ വീഡിയോ കാണുന്നത് യാദർച്ഛികമല്ല. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ ജീവിതത്തിലെ ഇരുട്ട് അവസാനിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കേൾക്കണം. കാരണം 7ാമത്തെ അടയാളം വരെ കേൾക്കുമ്പോൾ നീ ഇപ്പോൾ അനുഭവിച്ച പല വേദനകൾക്കും അർത്ഥം കിട്ടും. ആദ്യ അടയാളം: ചിലർ നിന്റെ ജീവിതത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി അകന്നു പോകുന്നു. നിനക്ക് വളരെ അടുത്തവരായിരുന്നു ചിലർ. പെട്ടെന്ന് അകന്നു പോകുന്നുണ്ടോ? കാരണമൊന്നുമില്ലാതെ ചില ബന്ധങ്ങൾ തണുത്തു പോകുന്നുണ്ടോ? നീ ഏറെ വിശ്വസിച്ച ആളുകൾ പെട്ടെന്ന് നിന്നെ മനസ്സിലാക്കാതെയായോ? നിന്നിൽ നിന്ന് ദൂരെയായി പോകുന്നുണ്ടോ? ആദ്യം ഇത് വേദനിപ്പിക്കും. കാരണം നമ്മൾ സ്നേഹിച്ച ആളുകൾ അകന്നു പോകുമ്പോൾ അതിനെ നമ്മൾ നഷ്ടമായി മാത്രം കാണും. പക്ഷേ എല്ലാ അകൽച്ചകളും നഷ്ടമല്ല. ചില അകൽച്ചകൾ സംരക്ഷണമാണ്. പ്രപഞ്ചം നിന്റെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച കൊണ്ടുവരാൻ പോകുമ്പോൾ ആ ഉയർച്ചയോട് പൊരുത്തപ്പെടാത്ത ആളുകളെ ആദ്യം നീക്കം ചെയ്യും. കാരണം എല്ലാവർക്കും നിന്റെ അടുത്ത അധ്യായത്തിൽ സ്ഥാനമില്ല. ചിലർ നിന്റെ പഴയ വേദനകളുടെ ഭാഗമായിരുന്നു. ചിലർ നിന്റെ ആശയക്കുഴപ്പത്തിൻ്റെ ഭാഗമായിരുന്നു. ചിലർ നിന്റെ ഊർജം ചോർത്തുന്നവരായിരുന്നു. ചിലർ നിന്റെ ആത്മവിശ്വാസം മന്ദഗതിയിലാക്കുന്നവരായിരുന്നു. അവരെ പിടിച്ചു നിർത്താൻ നീ ശ്രമിക്കുമ്പോൾ പ്രപഞ്ചം അവരെ നിന്റെ കയ്യിൽ നിന്ന് സാവധാനം അകറ്റും. ഇത് ശിക്ഷയല്ല, ഇത് ഒറ്റപ്പെടലുമല്ല, ഇതൊരു ശുദ്ധീകരണമാണ്. കാരണം നിന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം കടന്നു വരാൻ ആദ്യം തെറ്റായ ആളുകൾക്ക് പുറത്തേക്കുള്ള വഴി തുറക്കണം. അതുകൊണ്ട് ഇപ്പോൾ ചിലർ അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് ആരുമില്ല എന്ന് കരുതരുത്. പകരം ഇങ്ങനെ ചിന്തിക്കൂ: എൻ്റെ അടുത്ത ജീവിതഘട്ടത്തിന് യോഗ്യമല്ലാത്തവർ ഇപ്പോൾ സ്വയം അകന്നു പോകുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന 2ാമത്തെ അടയാളം പലർക്കും ജീവിതം നിൽക്കുന്നത് പോലെ തോന്നുന്ന സമയത്താണ് സംഭവിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതാണ് പുതിയ വഴി തുറക്കുന്നതിന് മുമ്പുള്ള നിശബ്ദ നിമിഷം. 2ാമത്തെ അടയാളം: എല്ലാം വൈകുന്നത് പോലെ തോന്നുന്നു. നീ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കാൻ വൈകുന്നുണ്ടോ? നീ കാത്തിരുന്ന അവസരങ്ങൾ എത്താൻ താമസമുണ്ടോ? എല്ലാം നിന്റെ ജീവിതത്തിൽ മന്ദഗതിയിലാണെന്ന് തോന്നുന്നുണ്ടോ? മറ്റുള്ളവർ മുന്നോട്ട് പോകുന്നത് പോലെ തോന്നും, പക്ഷേ നീ മാത്രം ഒരിടത്ത് നിൽക്കുന്നത് പോലെ ഒരു ഫീൽ വരും. ഈ ഘട്ടം വളരെ കഠിനമാണ്. കാരണം തടസ്സങ്ങളെക്കാൾ വേദനിപ്പിക്കുന്നത് കാത്തിരിപ്പാണ്. പക്ഷേ ഇവിടെ ഒരു സത്യമുണ്ട്: വൈകുന്നത് നിഷേധമല്ല, വൈകുന്നത് തയ്യാറാക്കലാണ്. ഒരു വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ മുകളിലോട്ടൊന്നും സംഭവിക്കില്ലെന്ന് തോന്നും, പക്ഷേ അകത്ത് ജീവൻ പടരുകയാണ്. അതുപോലെ നിന്റെ ജീവിതത്തിലും ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു കാണുന്നില്ല, പക്ഷേ അകത്ത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം നടക്കുകയാണ്. പ്രപഞ്ചം എപ്പോഴും അനുഗ്രഹം കൊടുക്കുന്നതിന് മുമ്പ് നിന്നെ അതിന് യോഗ്യനാക്കും. നിന്റെ മനസ്സ് ശക്തമാക്കും, നിന്റെ സഹനം പരീക്ഷിക്കും, നിന്റെ വിശ്വാസം ആഴപ്പെടുത്തും. കാരണം സമയം എത്തുന്നതിന് മുമ്പ് ലഭിച്ച അനുഗ്രഹം പലപ്പോഴും നിലനിൽക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ വൈകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്നതിൻ്റെ അടയാളമല്ല. അത് എനിക്ക് കിട്ടാനുള്ളത് വളരെ വലുതാണ്, അതുകൊണ്ട് സമയമെടുക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കാം. ഇതുവരെ പറഞ്ഞതിൽ ഒന്നെങ്കിലും നിനക്കുണ്ടെങ്കിൽ ഇനി പറയുന്ന 3ാമത്തെ അടയാളം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം പലർക്കും ഇത് വന്നാൽ അവർ പേടിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അതാണ് ഉള്ളിലെ വലിയ മാറ്റത്തിൻ്റെ തുടക്കം. 3ാമത്തെ അടയാളം: നീ ഒറ്റപ്പെടാൻ തുടങ്ങുന്നു. മുമ്പത്തെ പോലെ ശബ്ദമുള്ള ഇടങ്ങൾ ഇഷ്ടമല്ലാതാകുന്നുണ്ടോ? അനാവശ്യ സംഭാഷണങ്ങൾ നിനക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ? പുറത്ത് ആളുകൾക്കിടയിൽ ഇരുന്നാലും ഉള്ളിൽ ഒറ്റപ്പെടാൻ തോന്നുന്നുണ്ടോ? ഇത് ഡിപ്രഷനല്ല, ഇത് പലപ്പോഴും ആത്മാവിൻ്റെ പുനർക്രമീകരണ ഘട്ടമാണ്. പ്രപഞ്ചം നിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതിന് മുമ്പ് നിന്നെ കുറച്ചു കാലം ലോകത്തിൽ നിന്ന് അകറ്റി നിർത്തും. എന്തിന്?
കാരണം പുറത്തെ ശബ്ദങ്ങൾ കുറയാതെ അകത്തെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. നിന്റെ യഥാർത്ഥ ആഗ്രഹം എന്താണ്? നിന്റെ യഥാർത്ഥ വഴി എന്താണ്? ആരൊക്കെയാണ് നിനക്കൊപ്പമിരിക്കുന്നത്? എന്തൊക്കെയാണ് നീ വിട്ടുകൊടുക്കേണ്ടത്? ഇവയെല്ലാം മനസ്സിലാക്കുന്നത് പലപ്പോഴും ഒറ്റപ്പെട്ട നിശബ്ദ സമയത്താണ്. നീ ഒറ്റപ്പെടുന്നു എന്നത് ജീവിതം നിന്നെ ഉപേക്ഷിച്ചു എന്നല്ല, ജീവിതം നിന്നെ വീണ്ടും നിനക്ക് തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഈ ഘട്ടത്തിൽ നിനക്ക് പല സത്യങ്ങളും മനസ്സിലാവും. ആരാണ് സത്യത്തിൽ നിന്റെ ആളുകൾ? എന്താണ് നിന്റെ യഥാർത്ഥ സ്വപ്നം? എവിടെയാണ് നിന്റെ ഊർജം കളയുന്നത്? എന്താണ് നിന്റെ ആത്മാവിനെ ഭയപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഈ ഒറ്റപ്പെടലിനെ ഭയപ്പെടരുത്. ചിലപ്പോഴൊക്കെ പ്രപഞ്ചം നിന്റെ ചുറ്റുമുള്ള എല്ലാവരെയും നിശബ്ദമാക്കും, നിന്റെ ആത്മാവിൻ്റെ ശബ്ദം നീ വ്യക്തമായി കേൾക്കാനായി. നാലാമത്തെ അടയാളം കേൾക്കുമ്പോൾ നിന്റെ ഇപ്പോഴത്തെ കുഴപ്പങ്ങൾക്ക് മറുപടി കിട്ടും. കാരണം പലപ്പോഴും ജീവിതം പാളുന്നത് പോലെ തോന്നുന്ന സംഭവം യഥാർത്ഥത്തിൽ ദിശമാറ്റത്തിൻ്റെ തുടക്കമാണ്. നാലാമത്തെ അടയാളം, പഴയ വഴികൾ അടയുന്നു. നീ പ്രതീക്ഷിച്ച ഒരു ജോലി കിട്ടുന്നില്ല. നീ പിടിച്ചു നിന്ന ഒരു ബന്ധം നിലനിൽക്കുന്നില്ല. നീ ആഗ്രഹിച്ച ഒരു വഴി വീണ്ടും വീണ്ടും അടയുന്നു. എത്ര ശ്രമിച്ചാലും അത് നിനക്കായി തുറക്കാത്തതുപോലെ തോന്നും. ഈ സമയത്ത് നമ്മൾ സാധാരണ ചോദിക്കുന്നത്, പക്ഷേ ചില വാതിലുകൾ അടയുന്നത് നീ അകത്തു പോകാൻ പാടില്ലാത്തതിനാലാണ്. നിനക്ക് അപ്പോൾ നല്ലതാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നിന്റെ ഭാവിക്ക് ശരിയല്ലാതായിരിക്കാം. അതുകൊണ്ട് പ്രപഞ്ചം ചിലപ്പോൾ നീ അപേക്ഷിച്ച വാതിൽ പോലും തുറക്കില്ല. കാരണം ആ വാതിലിനപ്പുറം എന്താണ് ഉള്ളതെന്ന് കാണുന്നില്ല, പക്ഷേ പ്രപഞ്ചം കാണുന്നു. ഒരു വാതിലടയുമ്പോൾ നമ്മളത് ശിക്ഷയായി കാണും, പക്ഷെ പിന്നീട് മനസ്സിലാക്കും അതൊരു രക്ഷയായിരുന്നു. അതെ, ചില അടഞ്ഞ വഴികൾ വലിയ ദുരന്തങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നവയാണ്. ചിലപ്പോൾ നീ കരഞ്ഞത് കിട്ടാത്തതിനാണ്, പക്ഷെ മാസങ്ങൾക്ക് ശേഷം നീ നന്ദി പറയുന്നത് അത് കിട്ടാതിരുന്നതിനാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അടയുന്നുണ്ടെങ്കിൽ ഓർമ്മിക്കൂ, ബലമായി തുറക്കേണ്ട വാതിൽ നിനക്കുള്ള വാതിലല്ല. നിനക്കുള്ളത് വരുമ്പോൾ അത് നിന്നെ തള്ളിക്കളയില്ല. ഇനി അഞ്ചാമത്തെ അടയാളം. ഇത് പലർക്കും ഏറ്റവും വിചിത്രമായി തോന്നും. കാരണം പുറത്തൊന്നും മാറിയിട്ടില്ലെങ്കിലും ഉള്ളിലെന്തോ വലിയ മാറ്റം മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു അനുഭവം തുടങ്ങും. അഞ്ചാമത്തെ അടയാളം, ഉള്ളിൽ വിശദീകരിക്കാനാകാത്ത മാറ്റം അനുഭവപ്പെടുന്നു. കാരണം ഒന്നുമില്ലാതെ നിനക്ക് ഉള്ളിൽ എന്തോ മാറുന്നത് പോലെ തോന്നുന്നുണ്ടോ? പഴയ പോലെ പ്രതികരിക്കാറില്ല. പഴയ കാര്യങ്ങൾ അത്ര പ്രാധാന്യമില്ലാതാകുന്നു. ചില ആളുകളോട് സംസാരിക്കാനും താല്പര്യമില്ല. ചില സ്വപ്നങ്ങൾ ഇനി നിനക്ക് വേണ്ടതല്ല എന്ന് തോന്നുന്നു. പുറത്തൊന്നും വലിയ മാറ്റമില്ല, പക്ഷേ നിന്റെ ഉള്ളിൽ ഒരു മുഴുവൻ കാലാവസ്ഥ മാറുകയാണ്. ഇത് വളരെ ശക്തമായ അടയാളമാണ്. കാരണം പുറത്തെ ജീവിതം മാറുന്നതിന് മുമ്പ്, പ്രപഞ്ചം നിനക്ക് പുതിയൊരു ജീവിതം കൊടുക്കുന്നതിന് മുമ്പ് പഴയ വെർഷൻ ഓഫ് യുവിനെ പതുക്കെ ഡിസോൾവ് ചെയ്യും. നീ ഒരിക്കൽ ഭയന്ന കാര്യങ്ങളെ ഇനി അത്ര ഭയക്കില്ല. നീ ഒരിക്കൽ പിടിച്ചു നിന്ന ആളുകളെ ഇനി അത്ര പിടിക്കില്ല. നീ ഒരിക്കൽ ആവേശത്തോടെ ഓടിയ കാര്യങ്ങളെ ഇനി നിശബ്ദമായി നോക്കും. എന്തുകൊണ്ട്? കാരണം നീ പഴയ നിന്നിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇത് അൺകംഫർട്ടബിൾ ആയിരിക്കും. കാരണം മാറ്റമെല്ലായ്പ്പോഴും ആദ്യം ആശയക്കുഴപ്പം പോലെ തോന്നും. പക്ഷേ ഇത് ഭയപ്പെടേണ്ട ഘട്ടമല്ല, ഇത് ആഘോഷിക്കേണ്ട ഘട്ടമാണ്. കാരണം നീ പഴയ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നത് പുതിയ ജീവിതം തന്നെ വിളിക്കുന്നതിനാലാണ്. ഇനി ആറാമത്തെ അടയാളം. പലർക്കും ഇത് വന്നാൽ അവർ എന്തുകൊണ്ട് ഇത്ര പരീക്ഷണങ്ങൾ എന്ന് ചോദിക്കും. പക്ഷേ സത്യം എന്തെന്നാൽ ഏറ്റവും വലിയ ഉയർച്ചയ്ക്ക് മുമ്പ് ആത്മാവിന് ശക്തി വേണം. ആറാമത്തെ അടയാളം, തുടർച്ചയായ പരീക്ഷണങ്ങൾ വരുന്നു, പക്ഷെ നീ തകരുന്നില്ല. ഒന്നിനു പിന്നാലെ ഒന്നായി പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണോ? ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊന്ന് തുടങ്ങുകയാണോ? ജീവിതം നിന്നെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? അതെ, ഇത് ക്ഷീണിപ്പിക്കും. ചില രാത്രികളിൽ നീ ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ടാകാം. ചില ദിവസങ്ങളിൽ ഇനി എനിക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം വന്നിട്ടും നീ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. നീ വീണു, പക്ഷേ എഴുന്നേറ്റു. നീ കരഞ്ഞു, പക്ഷേ മുന്നോട്ട് നടന്നു. നീ തളർന്നു, പക്ഷേ പൂർണ്ണമായി തകർന്നില്ല. ഇത് വളരെ വലിയ അടയാളമാണ്. കാരണം പ്രപഞ്ചം വലിയൊരു ഉത്തരവാദിത്തം കൊടുക്കുന്നതിന് മുമ്പ് നിന്റെ ആത്മാവിൻ്റെ ശേഷി വർദ്ധിപ്പിക്കും. ഒരു ചെറിയ പാത്രത്തിൽ വലിയ ശക്തി നിറയ്ക്കാനാവില്ല. ആദ്യം അത് ശക്തമാക്കണം. അതുപോലെ നീ ഇപ്പോൾ കടന്നു പോകുന്ന പരീക്ഷണങ്ങൾ നിന്നെ തകർക്കാനല്ല, നിന്നെ വലുതാക്കാനാണ്. നീ ഒരിക്കൽ വിചാരിച്ചതിലും ശക്തവാനായി മാറുകയാണ്. നീ ഒരിക്കൽ വിചാരിച്ചതിലും ആഴമുള്ള ആത്മവിശ്വാസം രൂപപ്പെടുകയാണ്. നീ ഒരിക്കൽ തേടിയിരുന്ന സമാധാനം ഇപ്പോൾ ഉള്ളിലേക്ക് ജനിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പരീക്ഷണങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ
അതിന് ജീവിതം എന്നെ വെറുക്കുന്നു എന്ന് കരുതരുത്. പകരം ഇങ്ങനെ ചിന്തിക്കൂ, എനിക്ക് വരാനിരിക്കുന്ന അനുഗ്രഹം സാധാരണ ഒന്നല്ല, അതുകൊണ്ട് എൻ്റെ ആത്മാവിനെ ശക്തമാക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 7ാമത്തെ അടയാളത്തിലേക്ക് വരാം. ഇത് നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ കരുതുന്നതിലും അടുത്ത് നിന്റെ പുതിയ അധ്യായം എത്തിയിരിക്കാം. 7ാമത്തെ അടയാളം, ഉള്ളിലൊരു വിശദീകരിക്കാനാകാത്ത വിശ്വാസമുണരുന്നു. പുറത്തൊന്നും ശരിയായിട്ടില്ല, പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട്, കാത്തിരിപ്പ് ഇപ്പോഴുമുണ്ട്, ചില വാതിലുകൾ ഇപ്പോഴും അടഞ്ഞിരിക്കാം. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും ഉള്ളിൽ എന്തോ പറയുന്നു, എന്തോ നല്ലത് വരുന്നു. കാരണം ഒന്നുമില്ലാതെ ഒരു ശാന്തത, ഒരു പ്രതീക്ഷ, ഒരു നിശബ്ദ ഉറപ്പ്. ഇത് സാധാരണ പോസിറ്റീവ് ചിന്തയല്ല, ഇത് ആത്മാവിന് മുമ്പേ കിട്ടുന്ന ഒരു സൂചനയാണ്. പലപ്പോഴും മനസ്സ് കാണുന്നതിന് മുമ്പ് ആത്മാവ് അറിയും, കണ്ണുകൾ കാണുന്നതിന് മുമ്പ് ഊർജം അനുഭവപ്പെടും, ലോകം തെളിവ് കാണിക്കുന്നതിന് മുമ്പ് നിന്റെ ഉള്ളിൽ ഉറപ്പ് ജനിക്കും. ഇതാണ് ഏറ്റവും ശക്തമായ അടയാളം. കാരണം പ്രപഞ്ചം നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം അടുത്തെത്തുമ്പോൾ പുറത്തെ സാഹചര്യങ്ങൾ മാറുന്നതിന് മുമ്പ് അത് നിന്റെ ഉള്ളിൽ ഒരു നിശബ്ദ വിശ്വാസമായി പ്രവേശിക്കും. നീ സഡൻലി ഫീൽ ചെയ്യും, ഇനി ഞാൻ പഴയ പോലെ തുടരില്ല, എന്തോ വലിയൊരു കാര്യം നടക്കാനിരിക്കുന്നു, ഈ ഇരുട്ട് നീളില്ല, ഞാൻ വെറുതെ ഇത്രയും കടന്നു പോയിട്ടില്ല, എൻ്റെ സമയം വരുന്നു. ഈ ഫീലുണ്ടെങ്കിൽ അത് ചെറുതായി കാണരുത്. പലപ്പോഴും അതാണ് നിന്റെ ആത്മാവിന് കിട്ടിയ ആദ്യ വാർത്ത. ഇപ്പോൾ ഒരു നിമിഷം നിർത്തി ചിന്തിക്കൂ, ഈ അടയാളങ്ങളിൽ എത്രയെണ്ണം നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട്? ചിലർ അകന്നു പോകുന്നുണ്ടോ? എല്ലാം വൈകുന്നു, നീ ഒറ്റപ്പെടുന്നു, പഴയ വഴികൾ അടയുന്നു, ഉള്ളിൽ മാറ്റം അനുഭവപ്പെടുന്നു, പരീക്ഷണങ്ങൾ കൂടുന്നു. പക്ഷേ അതിനിടയിലും ഒരു വിശ്വാസം ജീവിക്കുന്നു. ഇവയൊക്കെ ഒരുമിച്ച് വന്നാൽ അതിനെ ദുർഭാഗ്യമെന്ന് വിളിക്കരുത്. അത് നിന്റെ ജീവിതത്തിൻ്റെ പഴയ അധ്യായം അവസാനിക്കുകയാണ് എന്ന അടയാളമായിരിക്കാം. ഓർമ്മിക്കൂ, പ്രപഞ്ചം ഒരു മനുഷ്യൻ്റെ ജീവിതം ഉയർത്തുന്നതിന് മുമ്പ് ആ മനുഷ്യൻ്റെ ആത്മാവിനെ ഉണർത്തും. ആത്മാവിനെ ഉണർത്തുന്നതിന് മുമ്പ് അവൻ്റെ ചുറ്റുമുള്ള വ്യാജതകളെ നീക്കും. അവ നീക്കുന്നതിന് മുമ്പ് അവനെ നിശബ്ദതയിലൂടെ നടത്തും. അതുകൊണ്ട് ഇപ്പോൾ നീ കടന്നു പോകുന്നത് ശിക്ഷയല്ല, ഇത് അവസാനവുമല്ല, ഇത് തോൽവിയുമല്ല, ഇതൊരു മാറ്റത്തിൻ്റെ ഇടനാഴിയാണ്. നീ ഇപ്പോൾ ഇരുട്ടിലാണെങ്കിൽ അത് വെളിച്ചം ഇല്ലാത്തതിനാലല്ല, വെളിച്ചം അടുത്തെത്തിയതിനാലാണ്. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ നിന്റെ ഹൃദയത്തിൽ ഒരു കാര്യമായി സൂക്ഷിക്കൂ. നിന്റെ ജീവിതത്തിൽ എല്ലാം തകരുന്നത് പോലെ തോന്നുന്ന നിമിഷം പലപ്പോഴും അതാണ് എല്ലാം ശരിയായിടത്തേക്ക് മാറിത്തുടങ്ങുന്ന നിമിഷം. ആര് അകന്നു പോയാലും, വഴികൾ അടഞ്ഞാലും, വൈകി വന്നാലും, പരീക്ഷണങ്ങൾ കൂടിയാലും നീ തകർന്നിട്ടില്ല, നീ നഷ്ടപ്പെട്ടിട്ടില്ല. നീ നിന്റെ യഥാർത്ഥ വഴിയിലേക്ക് നയിക്കപ്പെടുകയാണ്. നീ വൈകിട്ടില്ല, നിന്റെ സമയം തയ്യാറെടുക്കുകയാണ്. ഇതിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ കമൻറ്റിൽ ഒരൊറ്റ വാക്ക് മാത്രം എഴുതൂ, എൻ്റെ സമയം വരുന്നു. അതുപോലെ ഈ വീഡിയോ നിനക്ക് ഹൃദയത്തിൽ തട്ടിയെങ്കിൽ ഇത് ഇപ്പോൾ ആശയക്കുഴപ്പത്തിൽ കഴിയുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യൂ. കാരണം ഒരാളുടെ ജീവിതം മാറാൻ ചിലപ്പോൾ ഒരു വാക്ക് മതി.